ഗുണ്ട് മേക്കർ അല്ലെങ്കിൽ ബോംബ് സ്റ്റാർ ആയ ധ്യാൻ ശ്രീനിവാസന്റെ 1000 കോടി കളക്ഷൻ കിട്ടിയ മലയാള സിനിമയായ ചീന ട്രോഫി OTT റിലീസ് ചെയ്യുന്നത്. സോ ഇതിലെ ധ്യാന്റെ പെർഫോമൻസ് കണ്ടിട്ട് നമ്മുടെ മണിരത്ന ആളെ നേരിട്ട് സിനിമയ്ക്ക് റിക്രൂട്ട് ചെയ്താണ്. പക്ഷെ ആള് പറഞ്ഞു, എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ചെറുകിട ഹോൾസെയിൽ റീറ്റെയിൽ പടക്ക കച്ചവടക്കാരുണ്ട്, അവരെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല, വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബം പട്ടിണിയാവുന്നു. സോ ഞാൻ വിചാരിച്ച ഇത്തവണത്തെ ഓസ്കാറും നാഷണൽ നമ്മുടെ ഗിർ പെർഫോമൻസിൽ നമ്മുടെ കുഞ്ചാക്ക ബോബന് കിട്ടുന്നതാണ്. പക്ഷെ കുഞ്ചാക്ക ബോബന് വെല്ലുവിളിയായിട്ട് ധ്യാൻ വന്നിട്ട് തീ ബാർ എന്ന പോരാട്ടമായിരിക്കും ഇവര് തമ്മിൽ. സോ ധ്യാൻ ശ്രീനിവാസിന്റെ പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരോട് എനിക്ക് ഇത്രേ ചോദിക്കാറുള്ളൂ, നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ പടക്കമാണ് എടുക്കണമെന്ന്, ഇതിലും ഭേദം നിങ്ങൾ ഒരു പടക്കക്കട തുടങ്ങി വെച്ച് ദീപാവലിക്കോ വിഷുവിനോ കുറച്ച് ലാഭമെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ. പടക്കം എന്നൊന്നും നമുക്ക് ഈ സിനിമയെ വിളിക്കാൻ പറ്റില്ല, പടക്കം പൊട്ടുമല്ലോ, ഇത് അതുമില്ല, ഒരു നനഞ്ഞ പടക്കം എന്ന് വേണമെങ്കിൽ പറയാം. സോ ആകാശത്തിന് കീഴിൽ എല്ലാത്തിനെയും പറ്റി ധ്യാൻ ശ്രീനിവാസിന് ഭയങ്കര വിവരമാണ്, ഏട്ടൻ അങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഒരു നല്ല സിനിമ നോക്കി എടുക്കാൻ മാത്രം ആൾക്കറിയില്ല. സോ ഈ സിനിമയിൽ എന്തൊക്കെയുണ്ട്, അവിയൽ എന്നാണ് ശരിക്കും ഈ സിനിമയ്ക്ക് പേരിടേണ്ടത്. കാരണം എന്തൊക്കെയാ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് ഒരു ചൈനക്കാരെയും കൊണ്ടുവന്നിട്ടൊരു പടം.